എടാ പൊന്നുമക്കളെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി. വെള്ളിയാഴ്ച പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ച ആലോചിക്കണം, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് ജുമാ പ്രാർത്ഥന ഉള്ളതാ. ഉറപ്പായിട്ടും അവനൊരു കോയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തല വിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനൊരു കോയായിരിക്കും, നിസ്സംശയം. അവൻ കോയാണ്, അവനെ പൂട്ടണം. ചെറിയ ചേട്ടാ, ചേട്ടനൊപ്പം ഞാനുണ്ട്. അവനൊരു മുറിയനായിരിക്കും, ഫുള്ളുള്ളവനല്ല, ചെത്തിയവൻ തന്നെ ആയിരിക്കും. പൂട്ടണം, അവനെ പൂട്ടണം. ഞാനുണ്ട് ഒപ്പം. ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. അവനെ തിരിച്ചറിഞ്ഞേട്ടാ, കമന്റ് ബോക്സിൽ ഇടുന്നുണ്ടാ. എനിക്കറിയാം, സത്യം കേട്ടു. പരപ്പനങ്ങാടിക്കാരൻ മിഥുന, എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി, ആ മുറിയനാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. മിഥുനാണ്. ദേ പോസ്റ്റ് നോക്കിയോ. എന്നതാവം ചെയ്തനി യശോദാ, എന്നതാവം ചെയ്തനി. എത്ര സ്വപ്നങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ്, എത്ര പ്രതീക്ഷകളാണ് അസ്തമിച്ചു പോയത്. ജനൻ ടി വിയിലെ എടുത്തിട്ട് അലക്കി മറിച്ച് കളയേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നശിപ്പിച്ച്. എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. ആരിഫിനെ കൂട്ടേണം, ജനൻ ടിവിയിൽ പോകേണോ. ആരിഫിനെ കൂട്ടേണോ, ജനൻ ടിവിയിൽ പോകേണം. ജാമിദയെ കെട്ടിയെടുക്കണം. ആകെ 3G, പിന്നെ 4G, പിന്നെ 3G. അവിടെ ഒരു വീഡിയോ കണ്ടു. അതായത് അയ്യോ സുഡാപ്പിയെല്ലാം ഇതിനാണ്, അങ്ങനെ പരപ്പനങ്ങാടിയും ഇതിനാണ്. ഇനി ഏത് ദേശിന്റെ മോനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ല. വിചാരിച്ചവരെ നടന്നില്ലല്ലേ. താടി പരപ്പനങ്ങാടി മലപ്പുറം ഒക്കെ ആയപ്പോ എന്താ വിചാരിച്ച്? കോയാണെന്നല്ലേ. തൂക്കി തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി തീർന്നു. ഹലോ എവരിവൺ, ഈ വീഡിയോ നമ്മുടെ സ്വന്തം പാട്ടുകാരൻ, വലിയ ജിഹാദിയുണ്ട്, അൻസാരി സുഹരി ഉസ്താദ്, അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉളുപ്പുണ്ടോടാ അൻസാരി നിനക്ക്? കുറച്ചേലും ഉളുപ്പ്. ഈ കഴിഞ്ഞ ദിവസം മിഥുൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആളിപ്പം മാനസിക രോഗിയൊക്കെയാണെന്നാണ് പറയുന്നത്. അവൻ അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ അവൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും അറിയത്തില്ല. ഇവൻ വെള്ളിയാഴ്ച ഇറക്കുമെന്ന് നോക്കുമ്പോൾ ആരായാലും സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും ഒരു സുഡാപ്പി തീവ്രവാദിയാണെന്നത്. അതുപോലെയാണ് എല്ലാവരും ചിന്തിച്ചത്. ഉടനെ അത് ഞമ്മളിൽപ്പെട്ട ആളല്ല, ഞമ്മഞ്ഞ മതത്തിൽപ്പെട്ട ആളല്ല എന്ന് കണ്ടപ്പോഴത്തേന് നീ ഉടനെ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. നാണമില്ലേടേ? ഉളുപ്പും നാണമില്ലാത്ത ഒരു ലോകത്തെ ഏറ്റവും ഒരു വൃത്തികെട്ട ജന്തുവിനെ കണ്ടിട്ടുള്ളത് നീയാ കേട്ടോ അൻസാരി. നിനക്ക് നിന്റെ മതത്തിൽപ്പെട്ട അല്ലാന്ന് കണ്ടപ്പോൾ നീ ഉടനെ വെളുപ്പിച്ചു ഞമ്മൻ്റെ മതത്തിൽ തീവ്രവാദം ഇല്ലേ. നീ അപ്പോൾ ആ ഗ്ലോബൽ ടെററിസ്റ്റ് ഇൻഡെക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്, എൻ്റെ മതത്തിൽ തീവ്രവാദം ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഉടനെ RSS BJP, അവൻ RSSകാരനാണ് മറ്റാണ്. പോടെ എഴുന്നേറ്റ് പോയി 6-ാം നൂറ്റാണ്ടിൽ പോയി ജീവിക്കേ. നിനക്ക് പറ്റിയ ടൈം അതാ, ടൈം പീരീഡ്. ഇന്നത്തെ കാലത്തൊക്കെ നിൻ്റെ ഈ ഉടായ്പും വിഡ്ഢിത്തരവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാവും എന്താ നിൻ്റെ കാര്യമെന്ന്. കേട്ടോടാ സുഡാപ്പി, അൻസാരി സൂരി മോനെ,